കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഫാമിലി കാണാൻ വന്നപ്പോഴോ ആ മനുഷ്യന് രോഗം. ഇതിൻ്റെ പ്രത്യേകത ഇവരെല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നവരാണ്. ഭാര്യയും ഭർത്താവും കുർബാന സ്വീകരിക്കുന്നവരാണ്. കയ്യിൽ ജപമാലയുണ്ട്. പക്ഷേ ഞാൻ ഇവരെ ശ്രദ്ധിച്ചു. നല്ല ഫാമിലി, നല്ല കത്തോലിക്ക കുടുംബം. പക്ഷേ ഇവരെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഈ മനുഷ്യൻ ഒത്തിരി വേദനയാണ്. അയാളുടെ കണ്ണ് നിറയുന്നുണ്ട്. ഒരുപാട് തകർച്ചകളാണ് അയാൾ പറയുന്നത്. ഭാര്യയും പറയുന്നത് അങ്ങനെയാണ്. ഇനി മകനുണ്ട്, മരുമകൾ. ഞാൻ ചോദിച്ചു, നിനക്കെന്നാണ് വിഷമം? അവൻ പറഞ്ഞു, എൻ്റെ ജോലി വിദേശത്താണ് ബ്രദറെ, നാട്ടിലേക്ക് എങ്ങനെയും പോരണം, ഭാര്യയുടെ കൂടെ ജീവിക്കണം. അപ്പോൾ അവന് സങ്കടം. ഞാൻ ചോദിച്ചു, നിൻ്റെ പ്രശ്നം എന്നാ? എനിക്കിതുവരെ ഒയിറ്റി കിട്ടിയിട്ടില്ല. 2 പിള്ളേരുണ്ട്. ഞാൻ ചോദിച്ചു, കുഞ്ഞിൻ്റെ പ്രശ്നം എന്നാ? അവൻ ഭക്ഷണം കഴിക്കുകയില്ല. ഞാൻ ഈ ഫാമിലിയെ ശ്രദ്ധിച്ചപ്പം ഒരാളുടെ ഉള്ളിൽ പോലും ഒരു നിറവില്ല. പ്രിയപ്പെട്ടവനെ, മുഖത്ത് നിസ്സംഗത. കയ്യിലിരിക്കുന്ന ജവമാലയാണ്. എല്ലാ ദിവസവും കുർബാനയും സ്വീകരിക്കും. അതേ സമയത്ത് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ റിട്രീറ്റ്, എനിക്ക് 5 ദിവസം അച്ഛനെന്നെ ഒരു സെമിനാരിയിലാണ് കിടത്തിയത്. പോരുന്ന അന്ന് അച്ഛൻ പറഞ്ഞിട്ട് ഫാമിലി വരും, സുന്നൊന്ന് കാണണം. അപ്പനും അമ്മയും 3 മക്കൾ വന്ന്. ഇവൻ മെഡിക്കൽ കോളേജ് പഠിക്കുന്ന കുട്ടിയാണ്, MBBS 2ാം വർഷം. അവൻ്റെ തലവേദന. ഡോക്ടർ പറഞ്ഞു, നീ തലവേദന ഒന്ന് അവിടെ തന്നെ പരിശോധിക്കാൻ പറഞ്ഞു. ഒരു സ്കാൻ ചെയ്യാൻ. സ്കാൻ ചെയ്തപ്പം തലയിൽ ട്യൂമറാണ്. അതിരിക്കുന്നത് എവിടെയാണെന്നറിയോ? ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത്. ഈ അപ്പനും അമ്മയും ഇവനും കൂടി ഇരിക്കുമ്പം ഈ മനുഷ്യനും എൻ്റെ അമ്മ ചിരിച്ചോണ്ടാണ് പറയുന്നത്, സംസാരിക്കുന്നത്. ഇവനെ ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. ഇവൻ്റെ പപ്പ പറയുമ്പോൾ മനുഷ്യൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. എന്നാലും അയാൾ വളരെ ഗ്രേസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവൻ പറയണം, പപ്പ എന്തിനാ വിഷമിക്കുന്നത്? സാരമില്ല, നമുക്ക് തമ്പുരാനില്ലേ. അവൻ പറഞ്ഞ വാക്കതാണ്, നമുക്ക് തമ്പുരാനില്ലേ. ശരിക്കും ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. ഞാൻ കരഞ്ഞു ഒരുപാട്. കാരണം എന്താണെന്നറിയോ? അവരുടെ അടുത്തിരുന്ന് 5 മിനിറ്റ് ഇരുന്നപ്പോൾ ഞാൻ സൗഖ്യപ്പെട്ടു. ഞാൻ ഒരുപാട് നാളായി ഇതുപോലെ കൃപയുള്ളൊരു ഫാമിലിയെ കണ്ടിട്ട്. ഇറങ്ങുന്ന സമയത്ത് ആ മനുഷ്യൻ കൈകൂപ്പി. യാത്രയാക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മോളെയാണ് ഞാൻ ഓർത്തത്. എൻ്റെ മൂത്ത മോളുടെ പ്രായമാണ്. ഞാൻ ഓർത്തു, എൻ്റെ കുഞ്ഞിനാണ് ആ ട്യൂമറെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഭ്രാന്ത് പിടിക്കും. പക്ഷെ ആ മനുഷ്യൻ്റെ ഉള്ളിലെ ആ നിറവ് കണ്ടോ? ആ ദിവസങ്ങളിലൊക്കെ ഞാൻ ആ കുടുംബത്തെ, ആ അപ്പനെ ഞാൻ ഓർത്തു. അയാൾ ആ പയ്യൻ്റെ ബലം കാണണം. അവൻ ചിരിച്ചോണ്ട് പറഞ്ഞു, പപ്പ വിഷമിക്കണ്ട, കർത്താവില്ലേ നമ്മുടെ കൂടെ. ഒന്ന് ഓർത്തു നോക്കിക്കേ. ഇതിന് പറയുന്ന പേരാണ് ആനന്ദം. അതിനർത്ഥം എന്താണെന്നറിയോ? ആ ഫാമിലിയിൽ പരിശുദ്ധാത്മാവുണ്ട്, കൃപയുണ്ട്. അതുകൊണ്ടാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 2:13 അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു, ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണർ കുഴിച്ചു. ദൈവത്തിൻ്റെ വേദനയാണ്. എന്താണ് ദൈവത്തിൻ്റെ വേദന? എൻ്റെ ജനം 2 തിന്മ ചെയ്തു. ഒന്ന്, ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നൊമ്പരമാണ്. എൻ്റെ ജനം 2 തിന്മ ചെയ്തു. ഒന്നെന്താണ്? ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഉറവ എന്ന് പറയുന്നതാണ് ആനന്ദം. അപ്പോൾ പൊട്ടക്കിണർ എന്ന് പറയുന്നതോ സന്തോഷം. ഇത് മനുഷ്യൻ അലയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ഇവൻ്റെ ഉള്ളിൽ പൊട്ടക്കിണറാണ്. അപ്പോൾ ദൈവം പറയാണ്, എൻ്റെ ജനം 2 തിന്മ ചെയ്തു. വീണ്ടും പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്നെന്താണ്? ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. അപ്പോൾ ഉറവ എന്ന് പറഞ്ഞാൽ എന്താണ്? ആനന്ദം. പൊട്ടക്കിണർ എന്ന് പറയുന്നതോ സന്തോഷം. ഞാനൊരു സുവിശേഷകനാണ്, ഞാനൊരു അപ്പനാണ്. അപ്പൻ എന്ന നിലയിൽ എൻ്റെ ഉള്ളിൽ എന്തുണ്ടാകണം? ഉറവയുണ്ടാകണം. ആ ഉറവയിൽ നിന്നും എൻ്റെ മക്കൾ, എൻ്റെ പങ്കാളി ആവോളം എന്ത് ചെയ്യണം? കോരി കുടിക്കണം. അങ്ങനെ ഉറവയില്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യുന്നറിയോ? എവിടെ കിട്ടുന്നോ അവിടെ പോയി കോരി കുടിക്കും. മലിനജലം ആവോളം ആ കുട്ടി കുടിക്കും. അസീസിയിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ധ്യാനത്തിന് അപ്പൻ +2 അധ്യാപകൻ, അമ്മ കോളേജ് പ്രൊഫസർ, മകളെയും കൂട്ടി വന്നിരിക്കുകയാണ്.
2 മക്കൾ. ഈ അപ്പൻ എന്നോട് പറഞ്ഞത്, ഞാൻ അവളെ ബസ്സേ വിട്ട് ഇവിടെയാണ് പഠിപ്പിച്ചത്, ബാംഗ്ലൂരങ്ങണ്ട് പഠിപ്പിച്ചത്. ഞാൻ അവളെ ബസ്സേ വിട്ടിട്ടില്ല ബ്രദർ, ഫ്ലൈറ്റിലേ വിട്ടിട്ടുള്ളൂ. എയർപോർട്ട് വരെ കാറിന് വിടും, പാലക്കാരാണ്, അവിടുന്ന് ഫ്ലൈറ്റിനെ വിട്ടിട്ടുള്ളൂ. സംഭവം ഇതാണ്, ഈ കൊച്ച് ഹൈദരാബാദിൽ ഒരു വലിയ കമ്പനിയുടെ IT കമ്പനിയിലാണ് ജോലി. അവളുടെ കൂടെയുള്ള ഒരു ചെറുപ്പക്കാരനോട് പ്രണയത്തിലാണ്. അവൻ മലയാളിയല്ല, അവൻ കന്നഡക്കാരനാണ്. ഇതറിഞ്ഞത് അമ്മ ബോധം കെട്ട് വീണു, അപ്പൻ തകർന്ന് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇയാൾ പറയുന്നതെല്ലാം ഇയാൾ ഈ മക്കളെ വളർത്തിയ ചരിത്രങ്ങളാണ്. എന്ന് വെച്ചാൽ ഒരു കുറവും വരുത്തിയിട്ടില്ല, എല്ലാ നന്മകളും നൽകി ഫ്ലൈറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അറിയാമല്ലോ എല്ലാം. പക്ഷേ അവൾ വഴിതെറ്റി. ഇതൊക്കെയാണ് അപ്പം പറയുന്നത്. എല്ലാം കഴിഞ്ഞ് ഞാൻ കൊച്ചിനെ കാണാം. അവൾ വന്നു കേട്ടോ, സാധാരണ ഒരു പാവം കൊച്ച്, യാതൊരുവിധ മോഡലും ഇല്ലാത്ത നിഷ്കളങ്കയായ ഒരു കുട്ടി. ഞാൻ അവളോട് ഒറ്റ കാര്യം ചോദിച്ചോളൂ, മോളെ. അവൾ പറഞ്ഞു, പപ്പ എല്ലാം പറഞ്ഞില്ലേ, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അവൾ അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചാൽ എന്താ കുഞ്ഞ് അങ്ങനെ പറഞ്ഞത്? പെട്ടെന്ന് അവൾ എന്നോട് പറഞ്ഞു, ബ്രദർ, ഞാൻ പഠിച്ചത് ശരിയാണ്, നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച് എല്ലാ നന്മകളും ഉണ്ട് ബ്രദറെ. പക്ഷെ സംഭവം എന്താണെന്നറിയോ, ഞാൻ അമേരിക്കൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അമേരിക്കയിൽ 4 ലക്ഷം രൂപ സാലറി തരുന്നത് അടുത്ത് ഇവിടെ 1 ലക്ഷം രൂപ തരും. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ രാവിലെ 8 മണിക്ക് കയറിയാൽ വൈകിട്ട് 8 മണി വരെ ഡ്യൂട്ടി ചെയ്യിക്കും. അതിനകത്ത് തന്നെ ഹോട്ടലുണ്ട്, മുന്തിയവനം ഭക്ഷണമുണ്ട്, നല്ല ബിയറുണ്ട്. എന്നോട് പറഞ്ഞു, ബ്രദർ പോരും, നമ്മുടെ കത്തോലിക്ക പെൺപിള്ളേർ സിഗരറ്റ് വലിക്കുന്നത് ഞാൻ കാണിച്ചു തരാം, ബിയർ കഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാനിതൊന്നും തൊട്ടിട്ടില്ല ബ്രദർ, അവൾ എന്നോട് പറയുക. ഇനി അവൾ പറഞ്ഞ ജോലി ചെയ്യുമ്പോൾ ഒരാണ് വേറൊന്നിനുമല്ല, ഒരാണ് ഒരു പെണ്ണ്, അങ്ങനെയാണ് ഇടുന്നത്. അവൾ എന്നോട് പറഞ്ഞു, എൻ്റെ അപ്പൻ എപ്പോൾ വിളിച്ചാലും എന്നോട് സാലറിയെക്കുറിച്ചും അമേരിക്കയ്ക്ക് എല്ലാം പോകാനുള്ള സോഴ്സിനെ കുറിച്ചും അല്ലാതെ അവൾ എന്നോട് പറഞ്ഞു, ഒരിക്കൽ പോലും എൻ്റെ പപ്പ നീ പള്ളിയിൽ പോയോന്നോ, നീ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് എന്നോട് പറഞ്ഞു. ഇത് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അവൾ എന്നോട് പറഞ്ഞു, ചെറുപ്പം തുടങ്ങി ഇട്ടുമൂടാൻ സ്വത്തുണ്ട് ബ്രദറെ, പക്ഷെ സ്വസ്ഥത എനിക്കില്ല. അത് വാവിട്ട് കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു. എൻ്റെ അടുത്തിരുന്ന ആ ചെറുപ്പക്കാരൻ ഒരു ദിവസം എന്നോട് ചോദിച്ചു, എന്താ നിനക്കൊരു വിഷമം? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ അങ്ങനെ എന്നോട് ചോദിക്കുന്നത്. എനിക്കറിയാതൊരു അറ്റാച്ച്മെൻറ്റ് അവിടുന്ന് തുടങ്ങിയതാണ് ബ്രദർ. അവൾ കൈകൂപ്പിയിട്ട് പറഞ്ഞു, ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ? നിങ്ങളോട് ഞാൻ ആ ചോദ്യം ചോദിക്കട്ടെ, ഞാൻ ആ കൊച്ചിന് എന്തുത്തരം കൊടുക്കും? ഇവിടെ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും ഈ അപ്പൻ്റെ ഉള്ളിൽ എന്തില്ല? ഉറവയില്ല പ്രിയപ്പെട്ടവരെ. എന്നിട്ട് മക്കളുടെ വഴി തെറ്റുമ്പോൾ നമ്മൾ പറയുന്നതറിയോ, മറ്റു മതസ്ഥരാണ് ഇതിനെല്ലാം കാരണം. ദൈവത്തെ ഓർത്ത് ഞാൻ പിഴയാൽ ചൊല്ലും. നിങ്ങളുടെ ഉള്ളിൽ ഉറവയുണ്ടോ? ഒറ്റ ചോദ്യം. ഞാൻ തൃശ്ശൂരാണ് പ്രസംഗം. എനിക്ക് വെളുപ്പിന് പൊൻകുന്നത്തൂന്നൊരു വണ്ടിയുണ്ട് 4:30. അത് രാമപുരത്ത് വരുമ്പോൾ 5:15. ഞാനതേ കയറി ടിക്കറ്റ് എടുത്തപ്പോൾ കണ്ടക്ടർ പറഞ്ഞു അങ്ങോട്ട് നോക്കാൻ ആ സൈഡിലേക്ക്. ഞാൻ ആ സൈഡിലേക്ക് നോക്കിയപ്പം ഒരു ബിഷപ്പ് സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. കയറുന്ന ആളുകൾക്കെല്ലാം ടിക്കറ്റ് കൊടുത്തിട്ട് കണ്ടക്ടർ പറയും അങ്ങോട്ട് നോക്കാൻ. ചാലക്കുടി ചെന്നപ്പോൾ പിതാവ് എഴുന്നേറ്റു. ഞാൻ നോക്കുമ്പോൾ ഈ കണ്ടക്ടർ ചാടി എഴുന്നേറ്റിട്ട് കൈ കൂപ്പി. അപ്പം ഞാനും എഴുന്നേറ്റ് കേട്ടോ സൈഡ് സീറ്റ്. ഞാൻ പെട്ടെന്ന് ഓർത്തു, ആ കണ്ടക്ടർ ചാലക്കുടി ചെല്ലുന്നോടം വരെ ഞാൻ ശ്രദ്ധിച്ചു. ആ പിതാവിൻ്റെ മുഖത്തൂന്ന് കണ്ണു പറിച്ചിട്ടില്ല. കയറിയ എല്ലാ യാത്രക്കാരോടും പറഞ്ഞു അങ്ങോട്ട് നോക്കാൻ. കേരളത്തിലൊരു മെത്രാൻ കിടന്നുറങ്ങുകയാണ്. ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ ഓർത്തു, പിതാവ് ബിഷപ്പല്ല, നിങ്ങൾ ക്രിസ്തുവാണ്. കാരണം ഉള്ളിൽ ഉറവയുണ്ട്. പാലാരൂപത ഇന്ന് ആ പിതാവ് പാലാരൂപതയിൽ നിന്ന് പോയപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞ വേറെ ആരുമല്ല, മുരിക്കം പിതാവ്. ജീവിതത്തിൽ ഞാൻ രാമപുരം ഇടവക്കാരനാണ് ഇപ്പോഴും. പാലാ രാമപുരം കുഞ്ഞച്ചൻ്റെ പള്ളിയൊക്കെ ഉള്ളതാണ്. ഞാൻ ആ ടൗണിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരമ്മ, ഒരു 80 വയസ്സുള്ളൊരമ്മ, പാവപ്പെട്ട സ്ത്രീയാണ്, ചട്ടയും മുണ്ടുമൊക്കെ മുഷിഞ്ഞിട്ടുണ്ട്. ആ സ്ത്രീ എന്തോ ഒരു പൊതിക്കെട്ട് കടയിൽ കൊണ്ട് കൊടുത്തു. ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ കടക്കാരൻ 3-10 നോട്ട് എടുത്ത് കൊടുത്തു, 30 രൂപ. ഇപ്പോഴുള്ള കൊറോണയ്ക്ക് മുമ്പാണ്, കുറേ വർഷം മുമ്പാണ്. 3-10 നോട്ട്. അമ്മ റോഡ് കടന്ന് ഇപ്പുറം വന്നപ്പോൾ ഞാനിങ്ങനെ കയ്യെ പിടിച്ചു. ഞാൻ അമ്മ എവിടെ പോയി? അപ്പോൾ അതെന്നോട് പറഞ്ഞു, കൊച്ചേ
നീ ഏതാ? ഞാൻ തൊട്ടടുത്തുള്ളതാ. ഞാൻ എവിടെ പോയി? അപ്പോൾ അതെന്നോട് പറഞ്ഞ് ഞാൻ ഈ കട വരെ വന്നതാണ്, പൈസ. അപ്പോൾ അതിനോട് ഞാൻ അടക്കിയില്ല, പഴുക്ക അത് കൊടുത്തതാണ്. എവിടുന്ന് കിട്ടി? 30 രൂപ. അതെന്നോട് പറഞ്ഞു തൊട്ടടുത്ത വീട്ടിലെ പറമ്പിൽ നിന്ന് പെറുക്കിയതാണ്. എന്നോട് ആ ചേട്ടൻ പറഞ്ഞിട്ട് പെറുക്കി എടുത്തോളാൻ. ഞാൻ ചോദിച്ചു ഇതെന്ത് ചെയ്യും? അപ്പോൾ അതിനോട് പറഞ്ഞു ഇതുകൊണ്ട് അരി മേടിക്കും. ഞാൻ ചോദിച്ചു 30 രൂപ കൊടുത്ത അരി കിട്ടുമോ? അപ്പോൾ അത് പറഞ്ഞു ഇല്ല കുഞ്ഞേ, ഇല്ല, 30 കൊടുത്ത അരി കിട്ടില്ല. 30 രൂപ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ആ കടയിലെ ആ കൊച്ചിനോട് പറയും എനിക്ക് 2 കിലോ കുത്തിരി തരാമോ? എനിക്ക് എപ്പോൾ ചോദിച്ചാലും തരുമോ? അത് വെറുതെ ചെന്നിട്ട് കൈ നീട്ടുക പറ്റില്ല. പെട്ടെന്ന് ഞാൻ ചോദിച്ചു ഞാൻ അരി വാങ്ങി തരട്ടെ? അപ്പോൾ അതെൻ്റെ കണ്ണുകളിലേക്ക് നോക്കി കേട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ അരി വാങ്ങിത്തരാം. അപ്പോൾ എന്നോട് പറഞ്ഞു കൊച്ചു ഇവിടെ നിൽക്കടാ. ഞാൻ പറഞ്ഞു അമ്മ ഇവിടെ നിൽക്കുക, ഞാനിപ്പോൾ വരാം. പെട്ടെന്ന് അതിൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചു. എന്നിട്ട് അതെന്നോട് പറഞ്ഞു കൊച്ചേ മാധവത്തച്ഛൻ പോവാണ്. മാധവത്തച്ഛൻ ആരാണ്? മാധവത്തച്ഛൻ കുഞ്ഞച്ചനെ വിശുദ്ധനാക്കാൻ സഭ നിയോഗിച്ചിരിക്കുന്ന ആളാണ് മാധവത്തച്ഛൻ. റിട്ടയർഡ് ആകുകയാണ്. കുഞ്ഞച്ചൻ രാമപുരം പള്ളിയിലെ കൊച്ചച്ഛനായിട്ട് ഇരിക്കുമ്പം മാധവത്തച്ഛനും ഞങ്ങളുടെ പള്ളിയിലെ കൊച്ചച്ഛനായിരുന്നു. പിന്നെ റോമിൽ പോയി പഠിച്ച് ഇപ്പോൾ കുഞ്ഞച്ചനെ വിശുദ്ധനാക്കാനായിട്ട് സഭ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതെന്നോട് ചോദിക്കുക മാധവത്തച്ഛൻ പോവുക? ഞാൻ പറഞ്ഞു മാധവത്തച്ഛൻ പോവുകയാണ്. പെട്ടെന്ന് അതെൻ്റെ കയ്യെ മുറുകെ പിടിച്ചിട്ട് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഇനി അതുപോലൊരച്ഛൻ വരുമോ? ഞാൻ പറഞ്ഞു അതെനിക്കറിയില്ല. ഞാൻ പറഞ്ഞു അമ്മ ഇവിടെ ഞാൻ അരി വാങ്ങി വരാം. ഞാനൊരു 5 കിലോയുടെ കിറ്റും മേടിച്ച് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വരികയാണ്. അയിങ്കൊമ്പെന്ന് പറയും, അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കണം, കുറേ ദൂരം പോകണം. ഞാൻ ഓട്ടോയിൽ കയറ്റി ഞാൻ ഈ അരി എടുത്തു വെച്ച് കയ്യിലല്പം പൈസയും കൂടെ കയ്യിലിങ്ങനെ വെച്ച് കൊടുത്തപ്പം അത് ഈ പൈസയിലേക്കല്ല നോക്കുന്നത്, അരിയിലേക്കല്ല നോക്കുന്നത്. അതിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. അതെന്നോട് വീണ്ടും പറയുകയാണ് മാധവത്തച്ഛൻ പോവുക, ഇനി അതുപോലെ അച്ഛൻ വരുമോ? ഞാൻ ചോദിച്ചു അച്ഛനോട് ഇഷ്ടമാണോ? അപ്പോൾ അതെന്നോട് പറഞ്ഞു കുഞ്ഞേ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, എൻ്റെ മകൻ കുടുംബം നോക്കില്ല, മകൾക്ക് ചുഴലിതരണമാണ്. ഞാൻ ഒരുപാട് വേദനിക്കുമ്പം ഞാൻ ആ പള്ളിമേടെ കയറി ചെല്ലുമ്പോൾ അച്ഛൻ എന്നെ കാണുമ്പോഴേ എന്നെ പേരിൽ വിളിക്കും. അടുത്ത് വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കും, എൻ്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കും, ലോഹയ്ക്കുള്ളിൽ കൈയിട്ട് എന്തെങ്കിലും എനിക്ക് എടുത്തു തരും. അച്ഛനെ കണ്ട 1 മാസത്തേന് എൻ്റെ മനസ്സിൻ്റെ ഭാരമൊക്കെ മാറും. എന്നിട്ട് അത് ആ കാറിലിരുന്ന് ഓട്ടോയിലിരുന്ന് കരഞ്ഞുകൊണ്ട് എന്നോട് ചോദിച്ചു ഇനി അതുപോലെ അച്ഛൻ വരുമോ? സത്യത്തിൽ ഞാൻ എന്നോടും ചോദിച്ചു ഇനി അതുപോലെ. പിന്നെ ഇന്നോളം വന്നിട്ടില്ല. ഞാനവിടെ കൊണ്ടുപോയി അരി എടുത്തു കൊടുത്ത് ഓട്ടോയിൽ ഇറക്കി വിടും. അവന് മരിച്ചുപോയി കേട്ടാ. ഇറക്കി വിടുമ്പോഴും അത് ഈ കൊടുത്ത അരിയിലേക്കോ കാശയിലേക്കോ ഒന്നുമല്ല നോക്കുന്നത്. അത് നിന്ന് കരയുകയാണ്, ഒരു അനാഥനെ പോലെ. ഉണ്ടോ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ 1-2 പേരെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് എന്തിനാണെന്നറിയോ? ഇവരുടെയൊക്കെ ഉള്ളിൽ ഉറവയുണ്ട്. ദൈവത്തിന്റെ വേദന അതാണ്. എന്റെ ജനം 2 തിന്മ ചെയ്തു. ഒന്ന്, ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. സത്യത്തിൽ ഇന്ന് 3 ചെറുപ്പക്കാര് കണ്ണൂരിൽ നിന്ന് എന്നെ തേടി വന്നപ്പോൾ ഞാൻ ഓർത്തു, അവർക്ക് പറയുന്നത് വേദനയാണെങ്കിലും അവർ പറയുന്നത് പറഞ്ഞെ കാണണം. മറ്റേ ആഗ്രഹമുള്ളൂ പ്രിയപ്പെട്ടവരെ. ഇവിടെയാണ് വെളിച്ചം കിട്ടേണ്ടത്. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു നിറവുണ്ടോ? അതെയോ നമ്മളിപ്പോഴും നമ്മുടെ ജീവിതം ഇപ്പോഴും ഈ പൊട്ടക്കിണറാണോ? അതാണ് ചോദിക്കുന്നത്. ആരാ ഈ ഉറവ? എന്താ ദൈവത്തിന്റെ വേദന? ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. അപ്പൊ ഉറവയെന്ന് പറയുന്ന ആരാണ്? ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ഒരു അപ്പന്റെ ഹൃദയത്തിൽ, ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ഇവിടെ ഇരിക്കുന്ന ഒരു അമ്മയുടെ ഉള്ളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ഇവിടെ ഇരിക്കുന്ന ഒരു സന്യാസിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ഒരു വൈദികന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ഞാൻ അപ്പനാണ്, എൻ്റെ ഉള്ളിൽ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം. അങ്ങനെ ഒരു സാന്നിധ്യം ഉണ്ടോ? എന്നെ കണ്ടുമുട്ടുന്നവരുടെ ഭാരം മാറുന്നുണ്ടോ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യമാണിത്. അപ്പൊ ചോദിക്കട്ടെ, ആരാണ് ദൈവം? ആരാ ദൈവം?